നമ്പർ 6. ടിപ്പ് നമ്പർ 6 എന്ന് പറയുന്നത് കുറച്ചും കൂടെ നെക്സ്റ്റ് ലെവലാണ്. മിക്സിങ് കളേഴ്സ്. നമ്മുടെ ഈ ക്രയോൺസിൽ നമുക്ക് കളേഴ്സൊക്കെ മിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഡാർക്ക് കളറും ലൈറ്റ് കളറും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ വേറൊരു പ്രത്യേക കളറൊക്കെ കിട്ടും. അത് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് ഓരോന്നൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഐ മീൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ യെല്ലോ പ്ലസ് ഓറഞ്ച് കളർ മിക്സ് ചെയ്താൽ ഒരു നല്ലൊരു ഗോൾഡൻ കളർ കിട്ടും. അതിന് കാണിച്ചില്ല. അതായത് ഇത് യെല്ലോ കളർ. ഓക്കെ, that is the orange color. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ എന്താവും? ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ എന്താണ്? ഓറഞ്ച് കളർ പ്ലസ് യെല്ലോ കളർ ഗിവ്സ് ഒരു നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളർ കിട്ടും. കണ്ടോ? നമ്മുടെ സണ്ണിനൊക്കെ വരയ്ക്കാൻ പറ്റുന്ന വെരി ഗുഡ് കളറാണ് ഓറഞ്ച് പ്ലസ് യെല്ലോ. അത് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യണം പല പല കളേഴ്സ് വെച്ചിട്ട്. അനദർ എക്സാമ്പിൾ ഈസ് ബ്ലൂ പ്ലസ് ഗ്രീൻ. ഒരു ബ്ലൂ കളർ എടുക്കുക. പ്ലസ് ഗ്രീൻ കളർ എടുക്കുക. ഇത് രണ്ടോടെ മേർജ് ചെയ്യാൻ ഇതിൻ്റെ മേളിൽ കൂടെ സെയിം കട്ടിയിൽ വരയ്ക്കണം കേട്ടോ. സെയിം പ്രഷറിൽ വരയ്ക്കുമ്പോൾ ഒരു ഓഷ്യൻ്റെ ഒക്കെ ഒരു ബ്ലൂ കളർ കിട്ടും നമുക്ക്. ഗ്രീൻ അല്ല, ബ്ലൂ അല്ല, ഗ്രീനിഷ് ബ്ലൂ കളർ. കണ്ടോ? ഇത് നീറ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഇങ്ങനെ മേളിൽ വരയ്ക്കുമ്പോൾ നീറ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഒരേ പ്രഷറിൽ ലൈറ്റായിട്ട് വരയ്ക്കണം. അപ്പോഴേ അത് നീറ്റായിട്ട് ഇരിക്കുള്ളൂ. ദിസ് ഇസ് അനദർ കളർ. ഇതാണ് കളർ മിക്സിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പല കളേഴ്സിനും ചെയ്യാൻ പറ്റും. പല എക്സ്പെരിമെൻറ്റ്സും ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വാട്ടർ കളറൊക്കെ പോലെ അത്രയും മിക്സ് ആവില്ലെങ്കിലും ഇത് ഇങ്ങനെ നമുക്ക് കളർ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇത് വെച്ചിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരട്ടെ. ഒരു ഫ്ലവർ. ആൻഡ് ഇതിൽ ഓറഞ്ചും യെല്ലോയും ആണ് സെൻറ്ററിൽ കൊടുക്കുന്നത്. യൂഷ്വലി നമ്മൾ എപ്പോഴും യെല്ലോ വെച്ചിട്ടങ്ങ് സെൻറ്റർ കംപ്ലീറ്റ് ചെയ്യല്ലേ ചെയ്യുക. ഇപ്രാവശ്യം നോക്കിയേ, ഡാർക്ക് കളർ വെച്ച് ബോർഡർ വരച്ചു. എന്തായാലും നമുക്ക് കളർ ബോർഡർ വരയ്ക്കണമല്ലോ. ഡാർക്ക് കളർ വെച്ച് ബോർഡർ വരച്ചു, ലൈറ്റ് കളർ വെച്ച് ഫില്ല് ചെയ്തു. ആ ഓറഞ്ചെ കൂടെ വരയ്ക്കണം. അപ്പം ഇങ്ങനെ ഒന്ന് പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നും. ഇനി ഒരു റെഡ് കളർ വെച്ച് ബോർഡർ വരച്ചു. ഓറഞ്ച് കളർ വെച്ച് അകം വരച്ചു. ഇതിപ്പോൾ ബ്ലെൻഡ് ആയില്ല. അത് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കാം. കണ്ടോ? വേറൊരു കളർ പോലെ വന്ന കണ്ടോ? നടുക്കൊരു റെഡ് കളറായി. ഈ ഒരു പിങ്ക് ഷെയ്ഡും ഓറഞ്ച് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തപ്പോഴത്തേനും ഒരു റെഡ് കളർ വന്നു. ഇനി വേറൊരു എക്സാമ്പിൾ കാണിക്കാൻ. എന്താ കാണിക്കുക? ഇപ്പോൾ ലൈറ്റ് ആൻഡ് ഡാർക്ക് കളർ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബെറ്റർ. ഓറഞ്ച് യെല്ലോ മാത്രമേ ഉള്ളല്ലോ. ഇതാണ് റെഡ്. ഈ റെഡ് വെച്ച് വരച്ചു.
കണ്ടോ ഇങ്ങനെയൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് പ്രത്യേക ആ ഫ്ലവർ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നും. അടിപൊളിയല്ലേ? ഫ്ലവർ പൊങ്ങി വന്ന പോലെ തോന്നുന്നില്ലേ?